മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 15, 16, 17 തുടങ്ങിയ വാക്യങ്ങൾ വായിക്കുകയാണ്. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, ബറയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ താൻ ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്ത് നിൽക്കുമ്പോൾ യേശു കർത്താവ് പൊതുവെ ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? അപ്പോൾ ആ കൂട്ടത്തിനകത്ത് നിന്ന്, ജനങ്ങളുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തമായ അറിവുകളിൽ നിന്നും അഭിപ്രായങ്ങളിൽ നിന്നും അവർ ഉത്തരം പറഞ്ഞു. അവർക്ക് ലഭിച്ച അറിവിൽ നിന്നുകൊണ്ട് അവരിൽ ചിലർ പറഞ്ഞു, നീ ജെറമയ എന്ന പ്രവാചകൻ ആണ്. ഇരമ്യാവ് എന്ന പ്രവാചകൻ വീണ്ടും നമ്മുടെ മധ്യയിൽ വന്നിരിക്കുന്നു. മറ്റു ചിലർ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഏലിയാവെന്ന പ്രവാചകനാണ്. മറ്റു ചില ആളുകൾ പറഞ്ഞു, സ്നാപക യോഹന്നാൻ മരിച്ചവരുടെ ഇടയിൽ നിന്നും വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇവരുടെ അറിവിൽ നിന്നാണ്, ഇവരുടെ അഭിപ്രായങ്ങളാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ അറിവുകൾക്കും നമ്മുടെ അഭിപ്രായങ്ങൾക്കും മാറ്റങ്ങൾ വരാം, വ്യത്യാസങ്ങൾ സംഭവിക്കാം. നമ്മൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 5-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച നമ്മുടെ അറിവുകളായിരുന്നില്ല നമ്മുടെ ഉപരിപഠനങ്ങളിൽ നമുക്ക് ലഭിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും ഒത്തിരി ഇൻഫർമേഷനുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ജീവിച്ച പോലത്തെ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആ അറിവും അവർക്കുണ്ടായിരുന്ന ആ അനുഭവങ്ങളിലും അല്ല നമ്മൾ ജീവിക്കുന്നത്. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും വ്യത്യാസങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈദ്യശാസ്ത്രം ഭയങ്കര മികവുള്ളതായി മാറുന്നു. ആധുനിക സജ്ജീകരണങ്ങൾ ഒത്തിരി വർദ്ധിച്ചിരിക്കുന്നു. ഇങ്ങനെ അറിവുകൾക്കും അനുഭവങ്ങൾക്കും ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്നു. എന്നാൽ അന്ന് ആ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അന്ന് കൂടിയ ആ കൂട്ടത്തോട്, ജനത്തോട് ചോദിച്ചതാണ്, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? അപ്പോൾ അവർ ഏലിയാവെന്ന് പറഞ്ഞത് അവരുടെ അറിവിൽ നിന്നാണ്. അവരവിടെ ഇവിടെയൊക്കെ കേട്ടു ഇങ്ങനെ പറയുന്നത്. ഒത്തിരി പ്രവചിക്കുന്ന ഒരാളാണ്, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരാളാണ് യേശു ക്രിസ്തു. അപ്പോൾ അവർക്ക് ആ അറിവിൽ നിന്ന് അവരങ്ങ് പറയുകയാണ്, നീ ഏലിയാവെന്ന പ്രവാചകനാണ്. പിന്നെ എവിടെ നിന്നൊക്കെ അവർ കേട്ടു, യോഹന്നാൻ ഉണ്ടായിരുന്നതുപോലെ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെയുമുണ്ട്, യേശു കർത്താവിനോടൊപ്പവും ശിഷ്യഗണങ്ങളുണ്ട്. അപ്പോൾ സ്നാപക യോഹന്നാൻ ഇനി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വന്നിരിക്കുകയാണോ? മറ്റു ചില ആളുകൾ പറഞ്ഞ് നീ ഇരമ്യാവെന്ന പ്രവാചകനാണ്. കാരണം യേശു കർത്താവിനെക്കുറിച്ച് അവരെ മനസ്സിലാക്കിയത് ബാല്യപ്രായത്തിൽ 12 വയസ്സൊക്കെ ഉള്ളപ്പോൾ ദേവാലയത്തിലിരുന്ന് തർക്കിക്കുകയും ആ തർക്കങ്ങളുടെ, വാദങ്ങളുടെ, ജ്ഞാനത്തിൻ്റെ അറിവുകളുടെ മുൻപിൽ മതപുരോഹിതന്മാർ പോലും അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അഭിഷേകം ചെയ്യപ്പെട്ട ദൈവമനുഷ്യനാണ് ജെറമയ, ഇരമ്യാവ്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. ചിലർ ഇരമ്യാവെന്നും, ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, ചിലർ ഏലിയ പ്രവാചകനെന്നുമൊക്കെ. എന്നാൽ നേരെ കർത്താവ് ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അവിടെയാണ് പത്രോസ് ഈ ഉത്തരം പറയുന്നത്. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു അവനോട് പറയുകയാണ്, ബറയോന ശിമോനെ, നീ ഭാഗ്യവാനാണ്, നീ അനുഗ്രഹീതനാണ്. ജഡരക്തമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ ഇപ്പോൾ പറഞ്ഞത് ഒരറിവല്ല, നീ ഇപ്പോൾ
ഡിക്ലെയർ ചെയ്തത് ഒരു ഇൻഫർമേഷൻ അല്ല. ഇവിടെ നിന്ന പല ആളുകളും അവർക്ക് ലഭിച്ച ഇൻഫർമേഷനുകളുടെ അടിസ്ഥാനത്തിൽ അവർ വിളംബരം ചെയ്ത് അവർ വിളിച്ചു പറഞ്ഞതാണ്, അവരുടെ അറിവിൽ നിന്ന് അവർ പറഞ്ഞതാണ്, ഒരു ഇൻഫർമേഷനാണ് അവർ തന്നത്. പക്ഷെ പത്രോസ് താങ്കളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു റെവലേഷനാണ്, ഒരു വെളിപ്പാടാണ്. ആയതുകൊണ്ട് 18-ാമത്തെ വാക്യത്തിനകത്ത് യേശു കർത്താവ് പത്രോസിനോട് പറയുകയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഏത് പാറമേൽ? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന വെളിപ്പാടിൻ്റെ മേൽ, ആ പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ ക്രിസ്തുവിൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ കർത്താവിനായി ജീവിക്കുമ്പോൾ, കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ, നമ്മൾ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന കുറച്ച് ഇൻഫർമേഷനുകളുടെ അടിസ്ഥാനത്തിലല്ല ദൈവത്തിൽ വിശ്വസിക്കേണ്ടതും ദൈവത്തെ അറിയേണ്ടതും. ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്ന നല്ല ഇൻഫർമേഷനുകളുണ്ട്. ആ നല്ല ഇൻഫർമേഷനുകൾ പോലും പ്രാർത്ഥനയിൽ അതൊരു ആത്മീയ കാര്യമാണെങ്കിൽ അതൊരു റെവലേഷനായി മാറണം, അതൊരു വെളിപ്പാടായി മാറണം. കർത്താവ് തൻ്റെ സഭയെ പണിയുന്നത് ബന്ധങ്ങളിലൂടെയും വെളിപ്പാടുകളിലൂടെയുമാണ്. അപ്പോസ്തലനായ പൗലോസ് താൻ ജീവിച്ച കാലഘട്ടം മുഴുവൻ, തൻ്റെ ശുശ്രൂഷ മുഴുവൻ വെളിപ്പാടുകളാൽ ജീവിച്ചൊരു മനുഷ്യനാണ്. എന്നെ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരീ സഹോദരന്മാർക്കും യേശു കർത്താവിനെ കുറിച്ച്, തൻ്റെ വചനത്തെക്കുറിച്ച്, തൻ്റെ സഭയെക്കുറിച്ച് ആഴമേറിയ ഒരു വെളിപ്പാട്, ഒരു റെവലേഷൻ പരിശുദ്ധ ആത്മാവിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഗലാത്യർ 1:11-12 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ മനുഷ്യരാൽ പഠിച്ചിട്ടുമില്ല. 12-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ ഞാൻ പ്രാപിച്ചത്. അപ്പോൾ മനുഷ്യരിൽ നിന്ന് താൻ പഠിച്ചിട്ടില്ല, പ്രാപിച്ചിട്ടില്ല. പിന്നെ സഭയെ അറിയിച്ചത് എങ്ങനെയാ? സഭയെ അറിയിച്ചത് 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്യുന്നതെന്തെന്നാൽ, പൗലോസ് മുഴുവൻ പ്രാപിച്ചത്, സ്വീകരിച്ചത് കർത്താവിൽ നിന്നാണ്, പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേവലം ബുദ്ധിയുടെ പ്രമാണങ്ങളിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാകാതെ തലകൊണ്ട് മാത്രം ചിന്തിച്ച് ഊഹിച്ച് ഒരു ഊഹാഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പകുതി വിശ്വസിച്ച് പകുതി അവിശ്വസിച്ച് ജീവിതം നയിക്കുന്നവരാകാതെ ക്രിസ്തു യേശു ആര് എന്നുള്ള വെളിപ്പാട്, ആ വെളിപ്പാട് നമുക്ക് തരുന്നത്, അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവാണ്. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തോട്, പ്രത്യേകിച്ച് പരിശുദ്ധ ആത്മാവിനോട് പറയണം, പരിശുദ്ധ ആത്മാവേ, എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ റെവലേഷൻ എൻ്റെ അകത്ത് തരണമേ എന്ന്. കാരണം പരിശുദ്ധാത്മാവ് എപ്പോഴും പഠിപ്പിക്കുന്ന സബ്ജക്റ്റ്, പരിശുദ്ധാത്മാവ് എപ്പോഴും നമുക്ക് നൽകിത്തരുന്ന ബോധ്യം ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ വന്നാൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുവാൻ പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആർക്കും സാധ്യമല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. മറിയത്തിൻ്റെ മുകളിൽ പരിശുദ്ധ ആത്മാവ് നിഴലിട്ടപ്പോൾ, മറിയത്തിൻ്റെ മുകളിൽ പരിശുദ്ധ ആത്മാവ് വന്നപ്പോൾ, മറിയത്തിനകത്ത് ക്രിസ്തു ഉരുവായതുപോലെ നിങ്ങളുടെ മുകളിൽ പരിശുദ്ധ ആത്മാവ് കടന്നു വരുമ്പോൾ, നിങ്ങൾ പരിശുദ്ധ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ആത്മമനുഷ്യനിൽ ക്രിസ്തു ജനിക്കുവാനും ക്രിസ്തു വളരുവാനും ഇടയായിത്തീരും. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരണം ആഴമായി ക്രിസ്തു ആരാണ്, തൻ്റെ വചനം എന്താണ്. കാരണം എല്ലാ പുസ്തകങ്ങളുടെയും പിറകിൽ ഒരു എഴുത്തുകാരനുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പുസ്തകങ്ങളുടെയും പിറകിൽ ഒരു എഴുത്തുകാരനുണ്ട്. ആ ഒരു പാട്ടുപുസ്തകം പോലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് പാട്ട് എഴുതിയവരുണ്ട്, അത് ട്യൂൺ ചെയ്തവരുണ്ട്. നാം വായിക്കുന്ന എല്ലാ പുസ്തകങ്ങളുടെയും പിറകിൽ എഴുത്തുകാരുണ്ട്. എന്നാൽ വിശുദ്ധ ബൈബിൾ എന്ന ഗ്രന്ഥത്തിൻ്റെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ
പിറകിൽ ചലിച്ചിരിക്കുന്നത്, വ്യാപരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗത്താൽ എഴുതിയ തിരുവെഴുത്തുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ നിശ്ചയമായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. വചനത്തിൻ്റെ പിറകിൽ ചലിച്ച ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ വചനത്തെ കൃത്യമായി വിളംബരം ചെയ്യുവാനും വ്യാഖ്യാനിക്കുവാനും വെളിപ്പെടുത്തി തരുവാനും കഴിയുകയുള്ളൂ. എന്നാൽ ഇതൊരാളിൽ മാത്രം നിക്ഷിപ്തമല്ല. പരിശുദ്ധാത്മാവുള്ള സകല വ്യക്തികളിലും ഇത് സംഭവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു കർത്താവ് പറഞ്ഞത്, തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ കണ്ണുകളെ തുറന്നു, അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, നിന്റെ കണ്ണുകളിൽ പുരട്ടേണ്ടതിന് നീ എൻ്റെ കയ്യിൽ നിന്ന് ലേപം, എണ്ണ വിലയ്ക്ക് വാങ്ങുവാൻ. ആ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ കണ്ണിൽ വന്നാൽ, ആ പരിശുദ്ധാത്മാവാകുന്ന ഓയിൽ നമ്മുടെ മേൽ വീണാൽ, ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ തിരുവെഴുത്തുകളെ ആഴമായി നമുക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയും. ബൈബിൾ തുറന്നു വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു നോട്ട്ബുക്ക് എടുത്തു വെച്ച്, പേന എടുത്തു വെച്ച് നിങ്ങൾ ആദ്യം പറയേണ്ട, പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇതാണ്: പരിശുദ്ധാത്മാവേ, അവിടുത്തെ സാന്നിധ്യത്താലും അവിടുത്തെ നിയോഗത്താലുമാണല്ലോ ഈ വചനം എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ വചനത്തെ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, ഇതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ, ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ ലഭിക്കുവാൻ എനിക്ക് കൃപ തരണമേ, എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ, ആശ്വാസപ്രദനായ, കാര്യസ്ഥനായ, സകല സത്യത്തിലും വഴി നടത്തുന്ന, സകലത്തെയും വെളിപ്പെടുത്തി തരുന്ന, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങൾക്കത് ആഴമായി വെളിപ്പെടുത്തി തരുവാനിടയാകും. ഇതുകൊണ്ടാണ് ജെറുസലേമിൽ പെരുന്നാൾ ആഘോഷിച്ചിട്ട്, ജെറുസലേമിൽ ഉത്സവം ആഘോഷിച്ചിട്ട് മടങ്ങിപ്പോകുന്ന എത്യോപ്യയിലെ ആ ഷണ്ണനും മഹാനും കാര്യവിചാരകനുമായവൻ ഫിലിപ്പോസിനോട് ചോദിച്ചത്. ഫിലിപ്പോസ് അവനോട് ചോദിക്കുന്നുണ്ട്, തേരിന് പുറത്തു നിന്നുകൊണ്ട്, നീ വായിക്കുന്നത് വല്ലോ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ആ എത്യോപ്യ എന്ന രാജ്യത്തിൻ്റെ മഹാനും കാര്യവിചാരകനുമാകുന്ന ആ ഷണ്ണൻ യെശയ്യാവ് എന്ന പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിലിപ്പോസ് പുറത്തു നിന്ന്, തേരിൻ്റെ പുറത്തു നിന്ന് ചോദിക്കുന്നുണ്ട്, നീ വായിക്കുന്നവല്ലോ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ, നീ ഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ അകത്ത് നിന്നുകൊണ്ട് ഈ മനുഷ്യൻ സത്യസന്ധമായിട്ട് അതിന് ഉത്തരം പറഞ്ഞത്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാനില്ലായകയാൽ ഞാൻ ഇതെങ്ങനെ ഗ്രഹിക്കും? അപ്പോൾ ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും, അത് റീഡ് ചെയ്യുന്നുണ്ടെങ്കിലും, അത് വ്യാഖ്യാനിച്ചു തരുന്നത്, അതിൻ്റെ ആഴങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, പൊരുള് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, മറനീക്കി നമുക്കത് കാണിച്ചു തരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അല്ലെങ്കിൽ കേവലം നമുക്ക് കിട്ടുന്നത് കുറച്ച് ഇൻഫർമേഷനുകൾ മാത്രമായിരിക്കും. എന്നാൽ ആ ഇൻഫർമേഷൻ്റെ റിലത്തിൽ നിന്നും നിങ്ങൾ ആ റെവലേഷൻ്റെ ആത്മതലത്തിലേക്ക് കയറുവാനിടയാകണം. യേശുവിനെ നിങ്ങളുടെ അകത്ത് ഒരു വെളിപ്പാടായി നിങ്ങൾ കൊണ്ടു നടക്കണം. ഹല്ലേലൂയ. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, ക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നു, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം, അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ആ മിസ്റ്ററി, ഇത് അപ്പോസ്തലനായ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു, അത് പ്രകാശിപ്പിച്ചു കൊടുത്തു, അതിനുള്ള കൃപ തനിക്ക് ലഭിച്ചു. അവിടെയാണ് എഫേസ്യർ 3:14 മുതലുള്ള വാക്യങ്ങളിൽ ഈ ദൈവമനുഷ്യൻ പറയുന്നത്, അതുനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എന്തിനു വേണ്ടി മുട്ടുകുത്തുന്നു? അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ
നിങ്ങളുടെ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങളുടെ അകത്തൊരു മനുഷ്യനുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരാത്മ മനുഷ്യനുണ്ട്, നിങ്ങളുടെ അകത്ത് ഒരാത്മീക മനുഷ്യനുണ്ട്. നിങ്ങളുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നിങ്ങളുടെ അകത്ത മനുഷ്യൻ ആത്മമനുഷ്യനായി മാറി. 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിനകത്ത് വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളവും നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറഞ്ഞു പോകുകയല്ല, നിറഞ്ഞു വരണം. ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ എല്ലാ നിറവോളവും നിങ്ങൾ നിറഞ്ഞു വരണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയാൻ നിങ്ങൾ പ്രാപ്തരാകണം. അതിൻ്റെ വീതി, അതിൻ്റെ നീളം, അതിൻ്റെ ഉയരം, അതിൻ്റെ ആഴം എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അവനിലുള്ള വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. ആ സ്നേഹത്തിൽ നിങ്ങൾ അടിസ്ഥാനപ്പെടണം. ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും വേർവരുവാൻ കാരണമായ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്ന് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. കേവലം ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ കൈകൊട്ടുന്നവരല്ല, കേവലം ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ സ്തോത്രം പറയുന്നവരല്ല, കേവലം എന്തോ എവിടോ കേട്ട് ഇറങ്ങിയവരല്ല. ശരിക്കും കർത്താവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് ആഴമേറിയ വെളിപ്പാടിൽ ജീവിക്കുന്നവരാകണം. ആ വെളിപ്പാട് നമുക്ക് തരുന്നത്, അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്നത് പോലെ ഈ ലോകത്തിലെ ഒരു കോളേജുകൾക്കും ഒരു പുസ്തകങ്ങൾക്കും ഒരു വ്യക്തികൾക്കും വെളിപ്പെടുത്തി തരുവാൻ കഴിയുകയില്ല. ആ കൈകളെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് പറയണം, പരിശുദ്ധാത്മാവേ, യേശുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടിനാൽ എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കുമ്പോൾ 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൻ്റെ എല്ലാ നിറവോളവും നിങ്ങൾ നിറഞ്ഞു വന്നാൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വേരൂന്നിയാൽ, അവനുള്ള വിശ്വാസം നിങ്ങളിൽ വർദ്ധിച്ചാൽ, നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമായ നിലകളിൽ, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായി, അത്യന്തപരമായി നിങ്ങളിൽ വലിയ ഒരാത്മശക്തി വ്യാപരിക്കും. നമ്മളുടെ അകത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസമുണ്ടായാൽ, ഞാൻ പറഞ്ഞു, കർത്താവ് സൗഖ്യം നൽകുന്നവനാണ്, യേശു സുഖപ്പെടുത്തുന്നവനാണ്. 2023 വർഷങ്ങൾക്ക് മുൻപ്, അല്ലെങ്കിൽ 2024 വർഷങ്ങൾക്ക് മുൻപ് ഗലീലയിലൂടെയും കപർന്നഹോമിലൂടെയും ഒക്കെ സഞ്ചരിച്ച് അന്ധന് കാഴ്ച കൊടുത്ത, ചെകിടന്റെ ചെവിയെ കേൾപ്പിച്ച, ഊമരെ സംസാരിപ്പിച്ച, മരിച്ചവരെ ഉയർപ്പിച്ച, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കിയ, മുടന്തന്മാരെ നടത്തിയ, 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച, കടലിന്റെ മുകളിലൂടെ നടന്ന, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ ഈ കർത്താവിന് കബറിലല്ല, കല്ലറയിലല്ല, ഒളിവിലല്ല, മോർച്ചറിയിലല്ല, ലീവിലല്ല, കണ്ണാടിപ്പെട്ടിക്കകത്തല്ല, ഈ കർത്താവ് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. യേശു കർത്താവ് ഇപ്പോഴും ജീവിക്കുന്ന കർത്താവാണ്.
ആ വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ യേശു ഇപ്പോഴും ജീവിക്കുന്നു, യേശു ഇപ്പോഴും രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ഇപ്പോഴും അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഈ വെളിപ്പാട് അതൊരു ബുദ്ധിയല്ല, അതൊരു ബുദ്ധി കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുകയില്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ശുശ്രൂഷ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ അല്ല, അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പ്രദർശനമാണ്. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവന് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ ഇത് ദൈവശക്തിയാണ്. ഇത് ബുദ്ധി കൊണ്ട് പിടിക്കാൻ പറ്റുന്നതല്ല. മനുഷ്യന്റെ ബുദ്ധി ദൈവത്തിന് മുമ്പിൽ ഭോഷത്വമെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ, നമ്മുടെ അകത്ത് കർത്താവായ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാടിന്റെ ആഴം എത്ര വലുതാണോ അത്രയും അധികം ദൈവശക്തി നമ്മിലൂടെ വ്യാപരിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഈ 2025 ഒരു വലിയ ഗ്രേറ്റ് ഗ്രേസ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സറൗണ്ട് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങൾക്കുണ്ടാകട്ടെ. കാലം അതിൻ്റെ അന്ത്യത്തിലേക്കും ലോകം അതിൻ്റെ അവസാനത്തിലേക്കും പോകുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് അതിവേഗത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. സത്യമായിട്ടും കർത്താവിൻ്റെ വചനത്തിൽ യേശുവിൻ്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ താൻ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ ഒട്ടുമുക്കാലെല്ലാം, ഒന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇനി അതിൽ എന്താ നടക്കാനുള്ളത്, എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം അതിശക്തമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ജാതിയോടും രാജ്യങ്ങളോടും എതിർത്തുകൊണ്ടിരിക്കുന്നു. ക്ഷാമങ്ങളും ഭൂചലനങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മഹാവ്യാധികൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പാട്ടുകാരൻ പാടിയതുപോലെ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കുക, പ്രിയൻ വരുവതിന് താമസമേറെയില്ല. ആമീൻ. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യങ്ങളോട് എതിർത്ത് തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം എന്ന് എഴുതിയിരിക്കുന്നത് പോലെ യേശുവിൻ്റെ മേഘപ്രത്യക്ഷതയ്ക്ക്, യേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക്, കർത്താവിൻ്റെ മടങ്ങിവരവിന് ഇനി അധികം കാലമില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മളൊക്കെ പ്രതീക്ഷിച്ച സമയത്തെക്കാളൊക്കെ മുൻപ് തന്നെ രക്ഷകന്റെ പാദം നമ്മളുടെ വീടുവാതിക്കൽ എത്തിയിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ കടന്നു വരുവാൻ ആ നാളുകൾ ഇനി അതിവിദൂരമല്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാം. സത്യമായിട്ടും അതും ഒരു റെവലേഷനാണ്. ഇപ്പൊ യേശു മടങ്ങി വരും, കർത്താവ് രണ്ടാമത് വരുമെന്ന് പറയുമ്പോഴും ചിലർ ചിരിക്കും, ചിലർ പരിഹസിക്കും. എന്നാൽ അതും അകത്തൊരു വെളിപ്പാടായി ലഭിച്ചവരുണ്ട്. നോഹയുടെ കാലത്ത് നോഹയോട് ദൈവം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. നോഹ പെട്ടകം ഉണ്ടാക്കി. മഴ പെയ്തിട്ടില്ലാത്ത കാലഘട്ടം, അതുവരെ ഭൂമിയിൽ മഴ പെയ്തിട്ടില്ല. ഈ ഫ്ലഡ്, വെള്ളപ്പൊക്കം എന്താണെന്ന് അവർ കണ്ടിട്ടില്ല. അങ്ങനൊരു കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങനൊരു കാര്യം ഉണ്ടാകാതിരിക്കെ, സംഭവിച്ചിട്ടില്ലാതിരിക്കെ, മഴയെന്ന് പറയുന്നൊരു കാര്യം ഉണ്ടാകാതിരിക്കെ, അങ്ങനൊരു കാര്യം ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സമൂഹത്തോട് നോഹ പറഞ്ഞു, മഴ പെയ്യാൻ പോവുകയാണ്, ഫ്ലഡ് വരാൻ പോവുകയാണ്, ഈ ഭൂമി പ്രളയത്താൽ നശിക്കാൻ പോവുകയാണ് എന്ന് ഒക്കെ വിളംബരം ചെയ്തപ്പോൾ, എല്ലാവരും പെട്ടകത്തിനകത്ത് കയറണം എന്നൊക്കെ വിളംബരം ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, ഒറ്റ മക്കളുമാരും കയറാൻ തയ്യാറായില്ല. നോഹ തിരഞ്ഞെടുത്തതായ ആ മൃഗങ്ങൾ മാത്രം പെട്ടകത്തിൽ കയറി. പിന്നെ ആ കുടുംബവും 8 പേർ, മൊത്തത്തിൽ 8 പേർ. പെട്ടകത്തിൻ്റെ വാതിൽ യഹോവയാകുന്ന ദൈവം അടച്ചു. എന്നാൽ മനുഷ്യൻ മഴയെന്തുവാന്ന് അറിഞ്ഞുകൂടാത്തവൻ, വെള്ളപ്പൊക്കം കണ്ടിട്ടില്ലാത്തവൻ, ഇതൊക്കെ ചുമ്മാ പറയുന്ന കാര്യമാണെന്ന് ചിന്തിച്ച് നിൽക്കുമ്പം അവൻ്റെ കാൽപാദങ്ങൾ നനഞ്ഞു, ആഴിയുടെ ഉറവകൾ തുറന്നു, ഭൂമിയിൽ വെള്ളം പൊങ്ങാൻ തുടങ്ങി. യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. പിന്നെ ആർക്കും പ്രവേശനമുണ്ടായില്ല. വലിയൊരു ന്യായവിധിയിലേക്ക് ഭൂമി കടന്നുപോയി. നമ്മൾ യേശു മടങ്ങി വരുമെന്നും കർത്താവ് മടങ്ങി വരുമെന്നും യേശു തൻ്റെ മക്കളെ ചേർക്കാൻ വീണ്ടും വരുമെന്നും ഒക്കെ പറയുമ്പോൾ ഇതൊക്കെ ചുമ്മാതാ പറയുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം. ചുമ്മാതല്ല, ഇത് സത്യമാണ്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഓരോ പ്രവചനങ്ങളും ഓരോ കാര്യങ്ങളും അക്ഷരം പ്രതി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ഷരം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് യേശുവിനെ കുറിച്ചുള്ള ആഴമേറിയ റെവലേഷനാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ, അനന്തരം യേശു
തിബരിയാസ് എന്ന ഗലീല കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. യേശു വലിയ പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. 7-ാമത്തെ വാക്യത്തിനകത്ത് ഫിലിപ്പോസ് കർത്താവിനോട് പറയുന്നുണ്ട്, ഓരോരുത്തൻ അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്നുത്തരം പറഞ്ഞു. 8-9 വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ എന്ന് പറഞ്ഞു. 10-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആളുകളെ ഇരുത്തുവിൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു, 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവ് തിബരിയാസ് എന്ന കടൽക്കരയിൽ നിൽക്കുമ്പോൾ, രോഗികളെ സൗഖ്യപ്പെടുത്തുമ്പോൾ, ഇത് കണ്ടിട്ട് വലിയ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വന്നു. ആ പുരുഷാരം യേശുവിൻ്റെ അടുക്കൽ വരുന്നത് കണ്ടപ്പോൾ യേശു കർത്താവ് ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇവർക്കെല്ലാവർക്കും ഫുഡ് കൊടുക്കണം, ഇവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊടുക്കണം. അപ്പോൾ ഫിലിപ്പോസ് തൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ്, തൻ്റെ ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടുകയാണ്. ഓരോരുത്തന് അല്പമെങ്കിലും, കുറച്ചെങ്കിലും, ഒരര വയറിനെങ്കിലും കൊടുക്കണമെങ്കിൽ 200 പണത്തിന് അപ്പം മതിയാകില്ല എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ബുദ്ധി കൊണ്ട് സാഹചര്യത്തെ നോക്കി കണക്ക് കൂട്ടുന്ന ഒരു ഫിലിപ്പോസിനെ നിങ്ങൾക്ക് കാണാം. ജീവിതത്തിൻ്റെ മേഖലകളിൽ, സാഹചര്യങ്ങളിൽ ബുദ്ധികൾ കൊണ്ട് കണക്ക് കൂട്ടുന്നവരുണ്ട്. നമ്മുടെ കണക്ക് കൂട്ടലുകളൊക്കെ എല്ലായ്പ്പോഴും വിജയിച്ചു എന്ന് വരത്തില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്നിടത്താണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നിറവേറുന്നത്. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസ് തൻ്റെ സഹോദരനായ അന്ത്രയോസിനോട് പറയുകയാണ്, അവനോട് പറയുകയാണ്, അന്ത്രയോസ് വന്നൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ്, അന്ത്രയോസ് ഒരു ഇൻഫർമേഷൻ കൊടുത്തു. എന്താണ് അന്ത്രയോസ് കൊടുത്ത ഇൻഫർമേഷൻ? ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. എന്നിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അതെന്തുള്ളൂ. പക്ഷേ ഇത് കേട്ട ഉടനെ, അന്ത്രയോസ് കൊടുത്ത ഇൻഫർമേഷൻ കേട്ട ഉടനെ യേശു കർത്താവ് ആളുകളെ, ജനത്തെ ഇരുത്താൻ പറഞ്ഞു. പുരുഷന്മാർ മാത്രം 5000 പേരുണ്ടായിരുന്നു. സ്ത്രീകളുടെ എണ്ണം അവിടെ എഴുതിയിട്ടില്ല, കുട്ടികളുടെ എണ്ണം എഴുതിയിട്ടില്ല. ഒത്തിരി ആയിരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കൂട്ടിക്കോ. ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങളുള്ള സ്ഥലത്ത് ഈ 5 അപ്പത്തിനും 2 മീനിനും എന്ത് പ്രസക്തിയാണുള്ളത്? അന്ത്രയോസ് ഇങ്ങനൊരു ഇൻഫർമേഷൻ യേശുവിന് കൊടുക്കുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് യേശു കർത്താവ് പുരുഷാരത്തോട് ഇരിക്കാൻ പറഞ്ഞത്? ഒരു സത്യം നമ്മൾ അവിടെ കാണുന്നു. അന്ത്രയോസ് കൊടുത്തത് ഇൻഫർമേഷനാണ്. 5 യവത്തപ്പവും 2 മീനും ഉള്ള ഒരു ബാലകൻ ഇവിടെ ഉണ്ട്. എന്നിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും സാധിക്കാനില്ലെന്ന്. പക്ഷെ ആളുകളെ ഇരുത്തുവിന് യേശു പറയുന്നത് ഒരു ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലുള്ള പറച്ചിലല്ലത്. താൻ ആര് എന്നുള്ള തൻ്റെ റെവലേഷനാണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ പറയാം. യേശു ആരാണെന്നും തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും തൻ്റെ പിതാവ് ആരാണെന്നുമുള്ള തൻ്റെ റെവലേഷൻ, തൻ്റെ വെളിപ്പാട്, തൻ്റെ വിശ്വാസം, തൻ്റെ ബോധ്യം, യേശുവിൻ്റെ ബോധ്യം. മരുഭൂമിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് മന്ന വിളമ്പിയവൻ, ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ദീർഘവർഷങ്ങൾ അവരുടെ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, അവരുടെ മുഴുവൻ ഭക്ഷണ ക്രമീകരണങ്ങളും ചെയ്തവൻ. ആ കർത്താവിന് ഈ 10,000 പേരെ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. താൻ ആരാണെന്ന് തനിക്ക് വൃത്തിയായിട്ട് അറിയാം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ആശ്രയമാണ്. ദൈവത്തിലുള്ള ആശ്രയമാണ് എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്നവൻ, അതൊരു ഫെയ്ത്താണ്. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞത് താൻ ആരെന്നുള്ള തൻ്റെ റെവലേഷനാണ്. ഒരിക്കൽ പിശാച് യേശുവിനോട് പറഞ്ഞില്ലേ, നീ കല്ലിനോട് അപ്പമായി തീരാൻ പറയാൻ.
അപ്പോൾ യേശു കർത്താവ് സാത്താനോട് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവല്ലോ. പിശാചിൻ്റെ മുമ്പിൽ യേശു അപ്പം ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. യേശുവിന് അറിയായിരുന്നു താൻ വാ തുറന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചാൽ ഇല്ലാത്ത അപ്പം ഉണ്ടായി വരുമെന്ന്. പക്ഷെ അത് പിശാചിന്റെ മുമ്പിൽ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം കർത്താവിനില്ല. അത് ആവശ്യക്കാരന്റെ മുമ്പിൽ കർത്താവ് വിളമ്പിക്കോളും. ഹല്ലേലൂയ. അത് ആവശ്യക്കാരന് വേണ്ടി കർത്താവ് ചെയ്തോളും. അത് വിമർശിക്കുന്നവന് വേണ്ടി, കളിയാക്കുന്നവന് വേണ്ടി ചെയ്യേണ്ട കാര്യം കർത്താവിനില്ല. ആവശ്യക്കാരൻ വരുമ്പോൾ അവൻ സൗഖ്യമാവും. ആവശ്യക്കാരൻ വരുമ്പോൾ അവൻ വിടുതൽ പ്രാപിക്കും. കാരണം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീ കല്ലിനോട് അപ്പമാകാൻ സാത്താനും വെറുതെ പറയില്ല കേട്ടോ. സാത്താനും അറിയാം യേശുവിനെ ഈ കല്ലിനെ അപ്പമാക്കാൻ പറ്റുമെന്ന്. പക്ഷെ കർത്താവാക്കിയില്ല. പിശാചിന് ഉറപ്പായിട്ടും അറിയാം. യേശു വാ തുറന്ന് പറഞ്ഞാൽ, യേശു ആ യോർദാനിൽ, ആ സമൂഹത്തിൽ അവിടെ ജീവിക്കുന്ന എല്ലാവരെക്കാളും അധികം യേശു ആരാന്ന് അറിയാവുന്നത് സാത്താനാണ്. ദൈവത്തിന്റെ സാധ്യതകൾ എത്ര അധികമാണെന്നും ദൈവത്തിന്റെ ശക്തി എത്ര വലുതാണെന്നും അവന്റെ മഹത്വം എത്ര വലുതാണെന്നും അവന്റെ വലിപ്പം എത്ര വലുതാണെന്നും അവന്റെ വീര്യപ്രവൃത്തികൾ എത്ര വലുതാണെന്നും വിശ്വാസിയെക്കാളും അറിയാവുന്നത് പിശാചിനാണ്. കാരണം അവൻ അവിടെ ഇരുന്നവനാ. ആ മഹത്വം അവൻ കണ്ടവനാ യഥാർത്ഥമായി. ദൈവത്തിന്റെ മഹത്വം എത്ര വലുതാണെന്നും അവന്റെ അധികാരം എത്ര വലുതാണെന്നും അവന്റെ സിംഹാസനം എന്തെന്നും അവന്റെ പദവി എന്തെന്നും അവന്റെ രാജ്യത്വം എന്തെന്നും അവന്റെ കർത്തൃത്വം എന്തെന്നും വ്യക്തമായിട്ട് പിശാചിനറിയാം. അതുകൊണ്ടല്ലേ ജോബിനെ പരീക്ഷിക്കാൻ സാത്താൻ അവിടെ ചെന്ന് അപേക്ഷിച്ചത്, ഒന്ന് അനുവാദം തരുമെന്ന് ചോദിച്ചത്. കാരണം അവൻ്റെതായിട്ട് ഒന്നും ഇല്ലല്ലോ. പിശാചിന് ഇവിടെ എന്താ ഉള്ളേ? പിശാച് സൃഷ്ടിച്ച എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? പിശാച് പോലും, ആ ലൂസിഫർ എന്ന് പറയുന്നവൻ പോലും, ആ വീണുപോയ കെരൂബായ ആ ദൂതൻ പോലും ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? ദൈവമല്ലേ അവനെ സൃഷ്ടിച്ചത്? എന്താ അവനിവിടെ ഉള്ളേ? പിന്നെ അവന്റെ കയ്യിൽ ആകെ ഉള്ളത് കുറച്ച് തന്ത്രമാണ്. ഹല്ലേലൂയ. അവനെ വെട്ടി താഴെയിട്ടത് കൊണ്ട്, അവൻ അഹങ്കരിച്ചതിനാൽ, അവൻ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ സിംഹാസനമുണ്ടാക്കാൻ തൻ്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചതിനാൽ, ഹല്ലേലൂയ, ദൈവം അവനെ വെട്ടി കൃത്യമായി അവൻ ഭൂമിയിലേക്ക് തന്നെ വീണു. അവൻ ശപിക്കപ്പെട്ടു. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യേശു കർത്താവ് താൻ ആര് എന്ന് തനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ചില സമയത്ത് പിശാചുക്കൾ ഇത് വിളിച്ചു പറഞ്ഞു, യേശുവിൻ്റെ ശുശ്രൂഷയെ വിളിച്ചു പറഞ്ഞു യേശു ആരാന്ന്. ഉടനെ അമർച്ചയായിട്ട് ആ ഭൂതങ്ങളെ യേശു ശാസിച്ചു. അത് പറയാതിരിക്കാൻ, അത് പ്രചരിപ്പിക്കാതിരിക്കാൻ, അത് റിവീൽഡ് ആകാതിരിക്കാൻ. അത് റിവീൽഡ് ആയാൽ ദൈവിക പദ്ധതി നിറവേറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഫിലിപ്പോസ് ഇവർക്ക് തിന്നുവാൻ എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇതവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. യോഹന്നാൻ 6:6. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യത്തിൽ, അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഓരോരുത്തരും അല്പം അല്പം ലഭിക്കാൻ 200 പണത്തിനപ്പം മതിയാകില്ലെന്ന് ഫിലിപ്പോസ് പറയുന്നു. 8-9 വാക്യങ്ങളിൽ അന്ത്രയോസ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. അതിൻ്റെ 10-11 വാക്യങ്ങളിൽ യേശു ആരെന്നുള്ള വെളിപ്പാടിനാൽ പുരുഷാരത്തെ ഇരുത്തുന്നു. അപ്പമീനുകളെ എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുന്നു, വർദ്ധിക്കുന്നു, അത്ഭുതം നടക്കുന്നു. ക്രിസ്തുവിൽ നിങ്ങൾ ആരെന്നുള്ള ബോധ്യം, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ മകനാണ്, ഞാൻ കർത്താവിൻ്റെ മകളാണ് എന്നുള്ള നിങ്ങളുടെ ഉറപ്പ്, യേശു സ്വർഗത്തിലെ ദൈവം എൻ്റെ പിതാവാണ്, എൻ്റെ അപ്പായാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ എല്ലാമാണ് എന്ന നിങ്ങളുടെ ബോധ്യം, നിങ്ങളുടെ വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും. ആ റെവലേഷൻ അകത്ത് വേണം. കാറ്റും കടലും ഇളകി മറിഞ്ഞു, വള്ളത്തിനകത്ത് വെള്ളം എരച്ചു കയറി, യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുക. ശിഷ്യന്മാർ ചാടി എഴുന്നേറ്റിട്ട് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഞങ്ങളെല്ലാം നശിക്കാൻ പോവുകയാണ്, മരിക്കാൻ പോവുകയാണെന്ന് ശിഷ്യന്മാർ അലറിക്കൂവി വിളിക്കുകയാണ്. ലോകത്തിൽ ആരെങ്കിലും ഒരു ബക്കറ്റ് വെള്ളം കോരി തലക്കൊഴിച്ചാൽ എഴുന്നേക്കാതിരിക്കുമോ? വെള്ളം ഒരു മനുഷ്യനെ അലാറം വെച്ച് എഴുന്നേക്കാത്തവനെ, തട്ടിയിട്ടുണരാത്തവനെ ഉറപ്പായിട്ടും വെള്ളം എടുത്തൊഴിച്ചാൽ ഉണരും. യേശുവിൻ്റെ മുടി മുതൽ പാദം വരെ വെള്ളം ഒഴുകി, കടൽ വെള്ളം, ഉപ്പിൻ്റെ പതയൊഴുകി. വെള്ളത്തിനകത്താ കർത്താവ് ഇപ്പം കിടക്കുന്നത്. വള്ളത്തിൽ മുഴുവൻ വെള്ളം കയറി, എന്നിട്ട് യേശു ഉണരുന്നില്ല. പക്ഷെ ശിഷ്യന്മാർ നിലവിളിച്ച് കിടന്ന് പറയുകയാണ്,
നമ്മുടെ വള്ളം ഇപ്പം മുങ്ങും, നമ്മളിപ്പോൾ ചാകും, അതാ ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്. എന്താ കർത്താവ് എഴുന്നേറ്റ് അവരെ പോലെ ബഹളം കാണിക്കാതെ? കാരണം തൻ്റെ മരണത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം, വെളിപ്പാട് യേശുവിനുണ്ട്. താൻ എങ്ങനെ മരിക്കുമെന്നും തൻ്റെ മരണം ഏതുവിധമായിരിക്കുമെന്നും ഇതെല്ലാം കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. ആ വെളിപ്പാടിൽ ജീവിക്കുന്നവൻ, ആ പ്രവചനത്തെ ഉൾക്കൊള്ളുന്നവൻ, അതിൽ വിശ്വസിക്കുന്നവൻ തിരമാലകളെ കണ്ട് ഭയപ്പെടില്ല. കാരണം യേശു ആയിരിക്കുന്നത് പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിനകത്താണ്. ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെ പാതി വഴിയിൽ തകർക്കാനുള്ള ശക്തി സാഗരത്തിന് പോലുമില്ല. ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെ തകർക്കാനുള്ള ശക്തി കടലിന് പോലുമില്ല. അത്രയും ശക്തി, അത്ര ശക്തമാണ് ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവത്തിന്റെ പദ്ധതികളും. ഹല്ലേലൂയ. ഏതൊക്കെയോ സാഹചര്യങ്ങൾ കണ്ട് വ്യത്യസ്ത അവസ്ഥകളിൽ, അനുഭവങ്ങളിൽ മനസ്സു തളർന്നിരിക്കുന്ന പ്രിയ കുടുംബത്തോട്, പ്രിയ ദൈവദാസനോട് പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്തിലൂടെ അറിയിക്കുകയാണ്, നിന്റെ മേളിൽ ദൈവം തന്ന വാഗ്ദത്തത്തിന്റെ അത്രയും ശക്തി ഇന്ന് നീ അനുഭവിക്കുന്ന പ്രശ്നത്തിനില്ല. ദൈവം നിനക്ക് തന്ന വചനത്തിന്റെ അത്രയും ശക്തി നീ അനുഭവിക്കുന്ന കൊടുങ്കാറ്റുകൾക്കും തിരമാലകൾക്കും ഇല്ല. ഈ തിരമാലകളെയും കൊടുങ്കാറ്റുകളെയും നീ ജയിച്ചിരിക്കും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ശാസിക്കാൻ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഒരത്ഭുതം നിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുവാനിടയാകും. ലൂക്കോസ് 18 വരുമ്പോൾ മറ്റൊരു സംഭവം നമുക്ക് കാണാം. അതിന് 35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ, അവൻ എരിഹോവിനടുത്തപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികിൽ ഇരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇത് എന്ത് എന്നവൻ ചോദിച്ചു. അപ്പോൾ 37 വാക്യത്തിൽ നസറേയനായ യേശു കടന്നു പോകുന്നു എന്നവർ അവനെ അറിയിച്ചു. അപ്പോൾ ഇവൻ ചോദിക്കുകയാണ്, എന്താണ് ഈ സംഭവിക്കുന്നത്? കാരണം അവൻ കുരുടനാണ്, അവന് കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റും. അവൻ ചോദിക്കുന്നു, എന്താണ് ഈ ബഹളം, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഉടനെ ആ കടന്നുപോയ പുരുഷാരം ഒരു ഇൻഫർമേഷൻ അവന് കൊടുക്കുകയാണ്. നസ്രയനായ യേശു ആകുന്നു ഈ കടന്നു പോകുന്നത്. 38 വാക്യത്തിൽ, അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവൻ ചോദിക്കുകയാണ്, ആരാണ് ഈ വഴി പോകുന്നത്? അവന് കാണാൻ മേല, അവൻ കുരുടനാണ്. നാട്ടുകാർ, ആളുകൾ പറഞ്ഞു കൊടുത്തത് നസ്രയനായ യേശുവാണ് ഈ വഴി പോകുന്നത്. ശരിക്കും അവൻ എന്താണ് വിളിക്കേണ്ടത്? അവൻ ശരിക്കും വിളിക്കേണ്ടത്, അവർ പറഞ്ഞു കൊടുത്തത് തന്നെ അവൻ വിളിക്കേണ്ടത്. നസ്രയനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്നാണ് അവൻ വിളിക്കേണ്ടത്. പക്ഷെ അവൻ വിളിച്ചത് അങ്ങനെയല്ല. അവൻ വിളിച്ചത് ദാവീദ് പുത്ര, യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്നാണ്. യേശുവേ ദാവീദ് പുത്ര എന്നവൻ വിളിച്ചത് മനുഷ്യർ കൊടുത്ത ഇൻഫർമേഷനുകളുടെ ബേസിലല്ല. യേശുവേ ദാവീദ് പുത്ര എന്നവൻ വിളിച്ചത് അവന്റെ ഹൃദയത്തിൽ, അവന്റെ ആത്മാവിൽ, അവന്റെ സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ ഒരു വെളിപ്പാടായി കിടന്ന വചനമാണ് അവന്റെ അധരം കൊണ്ട് അവൻ പുറപ്പെടുവിച്ചത്. ഹല്ലേലൂയ. കാരണം അവന് വേണ്ടത് എന്താ? കാഴ്ചയാണ്. അവന് വേണ്ടത് എന്താ? കണ്ണിന്റെ സൗഖ്യമാണ്. അവനറിയാം കാഴ്ച കൊടുക്കുന്നത്, സൗഖ്യം കൊടുക്കുന്നത് ദാവീദ് ഗോത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന യെശയ്യാവിന്റെ പ്രവചന പുസ്തകം എടുക്കാവോ? 35 അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറവീൻ. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല. അവൻ എവിടെ നിന്നാണ് കടന്നു വരുന്നത്? യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 22 അധ്യായം 22 വാക്യം, ഞാൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വയ്ക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. അപ്പോൾ തുറക്കുന്നവനും അടയ്ക്കുന്നവനും എവിടുന്നാണ് വരുന്നത്? ദാവീദിന്റെ ഗൃഹത്തിൽ നിന്ന്. നാട്ടുകാർ പറഞ്ഞു കൊടുത്തു നസറേയനായ യേശു ആണെന്ന്. പക്ഷെ അവന് വേണ്ടത് അവന്റെ കണ്ണ് തുറക്കണം, അവന് സൗഖ്യം കിട്ടണം. അവനറിയാം നസറയത്തിൽ നിന്നല്ല സൗഖ്യം വരുന്നത്, ദാവീദിന്റെ ഗോത്രത്തിനകത്ത് നിന്ന്. അതുകൊണ്ട് ആ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളത്തിൽ നിന്ന്, നമ്മുടെ അകത്തുനിന്ന് വരേണ്ട ഒന്നാണ്.
നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരേണ്ടി ഒന്നാണ്. ഒരാൾ പ്രാർത്ഥിച്ചത് അതുപോലെ നമ്മൾ അനുകരിച്ച് പ്രാർത്ഥിക്കുകയല്ല ശരിക്കും വേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നിന്ന് ദൈവത്തെ വിളിക്കണം. ചങ്ക് പൊട്ടി ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും, മണിക്കൂറുകളൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും, ഒത്തിരി ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിലും, ഒത്തിരി ഒന്നും സമയം എടുത്ത് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും, ഹൃദയം ഒന്ന് തുറന്നൊന്ന് നിലവിളിച്ചാൽ കർത്താവ് അടുത്ത് വരും. നിങ്ങളോടാ സംസാരിക്കുന്നേ ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവം നിങ്ങളുടെ മുറിയിൽ വരും, ദൈവം നിങ്ങളുടെ ചർച്ചിൽ വരും, ദൈവം നിങ്ങളുടെ ആരാധനയിൽ വരും. ഒന്ന് വിളിച്ചേ കർത്താവിനെ, വാ തുറന്നൊന്ന് വിളിച്ച്. യെശയ്യാ 59:1 പറയുന്നു, രക്ഷിപ്പാതിരിപ്പാൻ അവൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാതിരിക്കുവാൻ അവൻ്റെ കാതുകൾ മന്ദമായിട്ടില്ല. യിരെമ്യാ 33:3 എഴുതിയിട്ടുണ്ട്, എന്നെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ നിനക്ക് ഉത്തരം അരുളും, നീ അറിയാത്തതും മഹത്തായതും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ലൂക്കോസ് സുവിശേഷം 18:7-8 എഴുതിയിട്ടുണ്ട്, ദൈവമോ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകയാൽ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ഒന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ തയ്യാറാകണം. തിമായുടെ മകനായ ബർത്തിമായി വിളിച്ചത് നാട്ടുകാർ പറഞ്ഞു കൊടുത്ത ആ ഇൻഫർമേഷൻ്റെ ബേസിലല്ല. അവൻ്റെ നീഡ് എന്തായിരുന്നോ, അവൻ്റെ ആവശ്യം എന്തായിരുന്നോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ യേശുവിനെ കണ്ടത്. അവനിപ്പോൾ യേശുവിനെ വേണ്ടത് അവൻ്റെ സൗഖ്യദായകനായിട്ടാണ്. ഹല്ലേലൂയ. മോശയോട് ദൈവം പറഞ്ഞില്ലേ, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന്. അതിൻ്റെ ഒരർത്ഥം ഇങ്ങനെയാണ്, ഞാൻ നിനക്ക് എന്താകണമോ ഞാൻ അതായിരിക്കും. ഞാൻ നിന്റെ നിനക്ക് സൗഖ്യമില്ലേ, ഞാൻ നിന്റെ സൗഖ്യദായകനെന്ന് യേശു പറയുകയാണ്. നീ പാപിയാണോ, അവൻ നിന്റെ പാപത്തിൻ്റെ വിമോചകനാണ്. നീ എന്താഗ്രഹിക്കുന്നോ അവൻ നിനക്കതായിത്തീരുന്നു. ആ കരങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്. ചില പ്രത്യേക ആവശ്യങ്ങളുടെ നടുവിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളുടെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോവുകയായിരിക്കും. നിശ്ചയമായിട്ടും അതിനകത്തൊരത്ഭുതം കർത്താവ് ചെയ്യും, ഒരത്ഭുതം കർത്താവ് ചെയ്യും. സ്തുതിച്ചാൽ അവൻ എൻ്റെ മാനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ യേശു, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ യേശു. ഒന്നു വിളിച്ചാൽ ഓടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മാനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. പ്രിയപ്പെട്ടവരെ, തിമായുടെ മകനായ ബർത്തിമായി യേശുവേ ദാവീദ് പുത്ര എന്ന് വിളിച്ചത് അവനറിയാം. ദാവീദ് ഗോത്രത്തിൽ നിന്ന് കടന്നു വരുന്ന, ദാവീദിൻ്റെ വേരായിരിക്കുന്ന, ദാവീദിൻ്റെ പുത്രനായിരിക്കുന്ന, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള സൗഖ്യദായകനായവൻ, മശീഹായായവൻ യേശു ക്രിസ്തുവാണ്. അവന് മാത്രമേ എൻ്റെ കണ്ണുകളെ സുഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. യേശു അവനെ അടുത്ത് വിളിച്ച് നിർത്തി ചോദിച്ചില്ലേ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ പറയാൻ? വേറൊന്നും പുള്ളി പറഞ്ഞില്ലല്ലോ. അവൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. യേശു അവനോട് കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ വിളി ഈ ട്രാൻസ്ലേഷൻ പോലെ പറഞ്ഞ വിളിയല്ല. ആ വിളി വിശ്വാസത്തിൽ നിന്ന് വന്ന, വെളിപ്പാടിൽ നിന്ന് വന്ന ഒരു വിളിയായിരുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ അമ്മയായ മറിയം യേശു കർത്താവിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, മോനെ വീഞ്ഞ് തീർന്നുപോയി, ഇവിടെ വീഞ്ഞില്ല. അപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്നതിൽ മറിയത്തിന് മാത്രമേ അപ്പോൾ അറിയുള്ളൂ യേശു ദൈവമാണെന്നും ദൈവപുത്രനാണെന്നും പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണെന്നും
സ്വർഗീയനാണെന്നുമുള്ള സത്യം ശിഷ്യന്മാർക്ക് പോലും അറിഞ്ഞുകൂടാ. കാരണം യോഹന്നാൻ 2:11 പറയുന്നുണ്ട്, ഈ കാനാവിലെ കല്യാണത്തിൽ ഈ പച്ചവെള്ളം വീഞ്ഞായതിനു ശേഷമാണ് അവൻ്റെ ശിഷ്യന്മാർ പോലും അവനെ വിശ്വസിച്ച് തുടങ്ങിയത്. അന്ന് ആ വീട്ടിൽ നിൽക്കുന്നതിൽ യേശു ആരെന്ന് അറിയാവുന്നത് മറിയത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് മറിയം പരിഹാരകനായവൻ്റെ അരികിലേക്ക് പ്രശ്നം കൊണ്ടുവരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രശ്നമുണ്ടോ? ആ പ്രശ്നം നാട്ടുകാരോടല്ല പറയേണ്ടത്, ആ പ്രശ്നം പരിഹാരകനായ ക്രിസ്തുവിനോട് പറയണം. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിവുള്ള കർത്താവിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരണം. വൈദ്യശാസ്ത്രം കൈവിട്ടതായിരിക്കാം, മനുഷ്യൻ കൈവിട്ടതായിരിക്കാം, ഇനി ഒരിക്കലും അതിനകത്ത് എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് മടങ്ങി വരവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. ലാസറിനെ പോലെ നാറ്റം വെച്ച അവസ്ഥയായിരിക്കാം. പക്ഷേ യേശു കർത്താവിൻ്റെ കയ്യിലേക്ക് ആ ഫയൽ ഒന്ന് കൈമാറാൻ തയ്യാറായാൽ അത് അത്ഭുതമാക്കി മാറ്റും. പ്രശ്നത്തെ കൊണ്ടുവരേണ്ടത് പരിഹരിക്കുന്നവന്റെ മുൻപിലാണ്. ആ വീട്ടിലൊരു പ്രശ്നമുണ്ടായപ്പോൾ മറിയം ആ പ്രശ്നം അവതരിപ്പിച്ചത് കല്യാണത്തിന് വന്ന എല്ലാവരോടും അല്ല, സീനിയർ ആളുകളോടല്ല, കൃത്യമായി മറിയം ആ വിഷയം അറിയിച്ചത് പരിഹാരകനായ ക്രിസ്തുവിനോടാണ്. യേശു ക്രിസ്തു ഏക പരിഹാരകൻ, യേശു ക്രിസ്തു ഏക ഉത്തരം, യേശു ക്രിസ്തു മാത്രം വഴിയും സത്യവും ജീവനും എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഉടനെ യേശു കർത്താവ് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അവൻ്റെ അമ്മ ശുശ്രൂഷകരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്നുത്തരം പറഞ്ഞു. അതിനു മുമ്പ് യേശു പറയുന്നുണ്ട്, എൻ്റെ നാഴിക, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്താ, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ട് ഇതേ മറിയം, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതേ മറിയം ശുശ്രൂഷകരോട് പോയി പറയുകയാണ്, അവൻ നിങ്ങളോട്, യേശു ക്രിസ്തു നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ ചെയ്യുവീൻ. 2 കാര്യങ്ങൾ മറിയത്തിൽ നിന്ന് ഞാൻ പഠിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, മറിയം യേശുവിനോട് വന്ന് പറയുകയാണ്, മകനെ, വീഞ്ഞില്ല, വീഞ്ഞ് തീർന്നുപോയി. അതൊരു ഇൻഫർമേഷനാണ്, ആ വീട്ടിലുള്ള ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഇതേ മറിയം ശുശ്രൂഷകരോട് പോയി പറയുകയാണ്, ദയാ നിൽക്കുന്ന ആളില്ലേ, യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്തേക്കണം. അതൊരു ഇൻഫർമേഷൻ അല്ല കൊടുക്കുന്നത്, അത് മറിയത്തിൻ്റെ അകത്തുള്ള റെവലേഷനാണ്. യേശു ആരെന്നുള്ള വെളിപ്പാടാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വെളിപ്പാട് ശുശ്രൂഷകരുടെ അകത്ത് കയറിയത് കൊണ്ടാണ് 6 കൽപാത്രങ്ങളിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കാൻ പറഞ്ഞ് അത് കോരി ഒഴിച്ച് ആ പച്ചവെള്ളം അവർ കൊണ്ടു കൊടുക്കാൻ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അത് മുന്തിരിച്ചാറായി വീഞ്ഞായി മാറി. അതെവിടെ നിന്നെന്ന് വെള്ളം കോരിയ ശുശ്രൂഷകരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല, ഒരു കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി, അപമാനം, നിന്ന യേശു കർത്താവ് ചെവി അറിയാതെ അത്ഭുതമാക്കി മാറ്റും. നിങ്ങളുടെ മക്കളെ ഓർത്ത് ഇന്ന് ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ആത്മാവിൽ എനിക്ക് കർത്താവ് ഒരു ബോധ്യം തരികയാണ്. തലമുറകളെ ഓർത്ത്, അവരുടെ വിഷയമോർത്ത്, കുഞ്ഞിനെ ഓർത്ത്, അവരുടെ തലമുറയെ ഓർത്ത്, കർത്താവേ, നീ ഇതിനകത്തൊരു പ്രവൃത്തി ചെയ്തേ പറ്റൂ, ഇതെനിക്കൊരു അപമാനമാകരുത്, ഇതെനിക്കൊരു പ്രതിസന്ധി ആകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിൻ്റെ മുകളിൽ ഇന്ന് രാത്രിയിൽ മഹത്വത്തിൻ്റെ കരം യേശുവിൻ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ച ആ പ്രതിസന്ധി, നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ച ആ വെല്ലുവിളി, നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ച ആ കുറവ് യേശു കർത്താവ് നിറവുകളാക്കി മാറ്റും. യേശു കർത്താവ് അത്ഭുതമാക്കി മാറ്റും. ഞാനിവിടെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ? യേശു കർത്താവിൻ്റെ അടുക്കൽ അന്ത്രയോസ് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നു, ഇവിടെ ഒരു ബാലകനുണ്ട് എന്ന്. പക്ഷെ യേശു പുരുഷാരത്തോട് ഇരിക്കാൻ പറഞ്ഞത് 5 അപ്പവും 2 മീനും കൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന് ചിന്തിച്ചല്ല. എനിക്കൊരു കാര്യം മനസ്സിലായത്, ശൂന്യതയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള കർത്താവിന് ശരിക്കും പറഞ്ഞാൽ ആ 5 അപ്പവും 2 മീനിന്റെ ആവശ്യമില്ല. അതില്ലെങ്കിലും കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. കാരണം യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകത്തിൽ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ ഈ ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ഞാൻ ഈ ഭൂമിയെ സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ ആരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ആരെന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരുടെയും സഹായം ഇല്ലാതെയാണ്
ദൈവം സകലതും സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ആ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നു. അന്ത്രയോസ്, ഫിലിപ്പോസ് യേശു കർത്താവിൻ്റെ മുമ്പിൽ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അവൻ്റെ അകത്ത് താൻ ആരെന്നുള്ള വെളിപ്പാടുണ്ടായിരുന്നു. പുരുഷാരത്തോട് ഇരിക്കാൻ പറഞ്ഞു. തിമായുടെ മകനായ ബർത്തിമായി നാട്ടുകാർ മുഴുവൻ നസറയനായ യേശു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ്റെ അകത്ത് സൗഖ്യമാക്കുന്നവൻ, അന്ധൻ്റെ കണ്ണ് തുറക്കുന്നവൻ, ദാവീദ് ഗോത്രത്തിൽ നിന്ന് വരുന്നവൻ എന്നുള്ള വെളിപ്പാടുണ്ടായിരുന്നു. അവൻ വിളിച്ചത്, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ. സാഗരം ഇളകി മറിയുമ്പോൾ, വള്ളത്തിൽ വെള്ളം കയറി ആ വള്ളം മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോൾ, ശിഷ്യന്മാർ മുഴുവൻ വെള്ളത്തിൽ വീണിപ്പോൾ മരിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ, വെള്ളം കുടിച്ച് മരിക്കില്ലെന്നും ക്രൂശിലാണ് താൻ മരിക്കേണ്ടതെന്നും ശ്വാസം മുട്ടി മരിക്കുമെന്നുള്ള വാഗ്ദത്തമല്ല തനിക്കുള്ളത്, അവസാന തുള്ളി രക്തവും മാനവകുലത്തിനു വേണ്ടി ഒഴുക്കി തന്റെ രക്തത്താൽ, ആ പരമയാഗത്താൽ മാനവകുലത്തിന്റെ പാപത്തെ വിമോചിപ്പിക്കുമെന്നുള്ള വാഗ്ദത്തം തന്റെ മേളിൽ ഉള്ളത് കൊണ്ട് താൻ ക്രൂശിതനാകുമെന്നുള്ള ബോധ്യം തനിക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. കനാവിലെ കല്യാണ വീട്ടിൽ യേശു കർത്താവിന്റെ അടുക്കൽ മറിയം വന്ന് വീഞ്ഞു തീർന്നു പോയി എന്നൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് ശുശ്രൂഷകർക്കൊരു റെവലേഷൻ കൊടുക്കുകയാണ്. അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. ദൈവമക്കളെ, ഇൻഫർമേഷനുകളിലല്ല അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത്, വിശ്വസിച്ചേറ്റെടുത്ത വെളിപ്പാടുകളിലാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് വേണ്ടത് ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടാണ്. ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള എൻ്റെ ഉറച്ച ബോധ്യം. എന്നെ കാണുന്ന നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിത്വമാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ അടിമകളല്ല, നിങ്ങൾ മക്കളാണ്. മക്കളെങ്കിലോ നിങ്ങൾ ദൈവഹിതത്താൽ അവകാശിയാണ്. അവകാശി സർവത്തിനും യജമാനനാണ്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. താങ്ക് യു ജീസസ്. യേശുവേ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി എൻ്റെ ജീവിതം മാറുവാൻ കർത്താവിലുള്ള വെളിപ്പാടിനാൽ, ക്രിസ്തുവിലുള്ള വെളിപ്പാടിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ കാര്യത്തിലും ഇത് വേണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാ കാര്യത്തിലും ഇത് വേണം. ഞാൻ പാട്ട് പാടുമ്പോൾ ഞാൻ എന്തിനാ പാട്ട് പാടുന്നത്? മനുഷ്യനെ കാണിക്കാനല്ല ഞാൻ പാട്ട് പാടുന്നത്. ഞാൻ പാട്ട് പാടുന്നത് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ഞാൻ കൈയടിക്കുന്നത് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ഹല്ലേലൂയ. ശരിക്കും ഈ ചില ആളുകൾ പറയുന്നുണ്ട് ദൈവത്തിന് വേണ്ടി, തൻ്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നത് നമുക്കത് ഇരട്ടിയായി കിട്ടാനാണെന്ന്. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതിനൊന്നും അല്ല. എൻ്റെ ചിന്തയിൽ നമ്മുടെ ജീവിതം സകലവും അവനുള്ളതാണ്. എല്ലാം, നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭവനം, നമ്മുടെ മേളിൽ ദൈവം തന്നിരിക്കുന്ന എൻ്റെ ശക്തിയും എൻ്റെ ബുദ്ധിയും, പാട്ടുകാരൻ പറഞ്ഞതുപോലെ നീ എനിക്ക് തന്നതൊക്കെയും സർവവും സകലവും കർത്താവിനുള്ളതാണ്. എല്ലാം കർത്താവിനുള്ളതാണ്. ഹല്ലേലൂയ. ആ ഒരു ബോധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ അകത്ത് ഭയങ്കര വിശ്വാസമുണ്ട്. നിങ്ങളെ യേശു സൗഖ്യമാക്കും. നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം പരിഹരിക്കുമെന്ന്. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം നിങ്ങളെ മാനിക്കുമെന്ന്. ആ വിശ്വാസമില്ലാതെ ഞാൻ പ്രാർത്ഥിച്ചാൽ ഒന്നും സംഭവിക്കില്ല. നിങ്ങളും എൻ്റെ കൂടെ വിശ്വസിക്കണം. അവിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. അവിശ്വസിക്കാൻ പിശാച് പുറത്തു നിന്ന് നിങ്ങളെ അവിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് വിശ്വസിക്കുക എന്ന് പറയുന്നത് ദൈവത്തോടുള്ളൊരു ബന്ധമാണ്, ഒരു ആശ്രയമാണ്. ആ ആശ്രയം ഒരു ഉറപ്പാണ്. എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ആ ആശ്രയം, ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു നങ്കൂരമാണ്. നങ്കൂരം എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ വന്നൊരു തീരത്ത് അടുക്കുമ്പോൾ നങ്കൂരം ഇടുന്നത് അത് ഒലയാതിരിക്കാനാണ്. നിങ്ങൾ ഒലയാതിരിക്കണമെങ്കിൽ, ഇളകാതിരിക്കണമെങ്കിൽ ആ ഒരു വലിയ ആശ്രയം, ആ വലിയ പ്രത്യാശ, ആ വലിയ ഉറപ്പ് നിങ്ങളുടെ അകത്ത് വേണം. മറിയത്തെ പോലെ, മറിയത്തിനെ അറിയത്തുള്ളായിരുന്നു ആ വീട്ടിനകത്ത് യേശു ആരാണ്. അതുകൊണ്ടാണ് മറിയം കൺഫേംഡ് ആയിട്ട് പറഞ്ഞേ, അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞ നിങ്ങൾ അത് ചെയ്തേക്കണം. കാരണം നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാത്തതൊന്നും എനിക്കറിയാം. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം. അങ്ങയെക്കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പകരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
I need more revelation about my Jesus. കൂടുതലായി അങ്ങേ എനിക്ക് വെളിപ്പെടുത്തണമേ യേശുവേ, അങ്ങേ എനിക്ക് വെളിപ്പെടുത്തണമേ യേശുവേ. അങ്ങേ ആഴമായി അറിയുവാൻ, അനുഭവിക്കുവാൻ, ക്രിസ്തുവിൽ വേരൂന്നി ആത്മീക വർധനവ് പ്രാപിച്ച് സ്തോത്രത്തിൽ കവിഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ച് ജീവിപ്പാൻ കൃപ തരണമേ. യേശു അത്ഭുതമന്ത്രിയ ദൈവം, നിത്യതാതനം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. യേശു അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം മശിഹാ. യേശു കർത്താവ് വേഗത്തിൽ മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ബൈബിൾ പറയുന്ന വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം പകരം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ട്. യേശു വേഗം മടങ്ങി വരുന്നു. അതൊരു വെളിപ്പാടാണ്, ഞാൻ വിശ്വസിക്കേണ്ട ഒരു സത്യമാണ്. ക്രിസ്തീയ ജീവിതം ഒരു ബുദ്ധിയുടെ കളിയല്ല. ദൈവത്തെ വിശ്വസിക്കേണ്ടത് തല കൊണ്ടല്ല, ദൈവത്തെ വിശ്വസിക്കേണ്ടത് ആത്മാവിലാണ്. ഹല്ലേലൂയ. കുറച്ച് പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് ആ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം എനിക്ക് യാഥാർത്ഥ്യമാകുന്നത്. ആത്മീയത ഒരു അനുഭവമാണ്. ദൈവത്തെ അനുഭവിച്ചറിയണം, യേശുവിനെ അനുഭവിച്ചറിയണം. യേശുവിനെ അനുഭവിച്ചറിയുവാനുള്ള വഴിയാണ് സുവിശേഷം. യേശുവിനെ അനുഭവിച്ചറിയുവാനുള്ള വഴിയാണ് ആരാധന. യേശുവിനെ അനുഭവിച്ചറിയുവാനുള്ള വഴിയാണ് ഈ നടക്കുന്ന പ്രാർത്ഥനകളെല്ലാം. ഒന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ, കർത്താവിനെ അനുഭവിക്കാൻ തുടങ്ങിയേ. Thank you, Jesus. കൂടിത ദൂതർ സൈന്യവുമായി മേഘരൂഢനായി വരുന്നിതാ ഇരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരുന്നേശു മശിഹാ. കോടിക ദൂതർ സൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ ഇരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർക്കാൻ വേഗം വരുന്നേശു മശിഹാ. Thank you, Jesus. Thank you, Lord. Hallelujah. Urabaya laba shadara waidabara. Riba kanamana ga shabana waidagadaga. Raba shabana batura bagadaga. Shabana duri bigada bagadaga.
Lubrakatamaya labakotorabo. Thank you, Jesus. Shalamamamamaya na 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 na. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. ഈ ശക്തി എങ്ങനെയാണ് നമ്മിൽ വ്യാപരിക്കുന്നത്? ക്രിസ്തു യേശു ആര് എന്നുള്ള എൻ്റെ വെളിപ്പാടിൽ ഈ ശക്തി എങ്ങനെയാണ് വ്യാപരിക്കുന്നത്? ആ ക്രിസ്തുവിലുള്ള വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, ആ സ്നേഹത്തിൽ ഞാൻ അടിസ്ഥാനപ്പെടുമ്പോൾ, അതിൻ്റെ ആഴവും ഉയരവും വീതിയും നീളവും ഞാൻ ഗ്രഹിക്കുമ്പോൾ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഞാൻ അറിയുമ്പോൾ, അതിനായി ഞാൻ പ്രാപ്തനാകുമ്പോൾ, ദൈവത്തിന്റെ എല്ലാ നിറവോളവും ഞാൻ നിറഞ്ഞു വരുമ്പോൾ, ദൈവത്തിന്റെ എല്ലാ നിറവോളവും നിറഞ്ഞു വരണം. നിറവുണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് നിറവുണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് നിറവുണ്ടാകട്ടെ. ക്രിസ്തു നിങ്ങളിൽ നിറയട്ടെ, അവന്റെ സ്നേഹം നിങ്ങളിൽ നിറഞ്ഞ് കവിയട്ടെ, ആ യേശുവിന്റെ വെളിപ്പാട് നിങ്ങളിൽ നിറഞ്ഞ് കവിയട്ടെ. ആ ബന്ധത്തിൽ, കർത്താവായ യേശുവിനോടുള്ള ആഴമേറിയ ബന്ധത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി, ക്രിസ്തുവിൽ വേരിറക്കി, വിശ്വാസത്തിൽ വർദ്ധിച്ച്, സ്തോത്രത്തിൽ കവിഞ്ഞ്, ആത്മീകമായി വർദ്ധിച്ചു വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ.